പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ഏരിയ നോട്ട് ചെയ്യുക. നമ്മൾ മുട്ടിൽ ഭാഗമാണ്, വയനാട് ജില്ലയിൽ കൽപ്പറ്റ മുട്ടിൽ ആ ഒരു ഏരിയയിലാണ്. നമ്മൾ മുട്ടിൽ നിന്ന് തൃക്കൈപ്പറ്റ പോകുന്ന വഴിക്ക് ഒരു 5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തൃക്കൈപ്പറ്റ എത്തുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകുന്ന റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്ററോളം നമുക്ക് നമ്മളെ സ്ഥലത്തേക്കുണ്ട്. അതിലൊരു 800 മീറ്റർ ടാറിങ്ങും കോൺക്രീറ്റും ആയിട്ടുള്ള റോഡാണ്. അത് കഴിഞ്ഞാൽ ഒരു 400 മീറ്ററോളം 400 മീറ്ററോളം നമുക്ക് മണ്ണ് റോഡാണ്. അത് പ്രൈവറ്റ് വഴിയാണ്. നമുക്ക് വേനൽക്കാലത്ത് എല്ലാ വലിയ വണ്ടിയും പോവും. മഴക്കാലത്ത് അത്യാവശ്യം ഓഫ് റോഡ് കാപ്പബിലിറ്റി ഉള്ള വണ്ടി വേണ്ടി വരും. പിന്നെ ഇതിൻ്റെ വില പറയുന്നത് ടോട്ടൽ 6 ഏക്കർ ലാൻഡാണ്. സെൻറ്റിന് ചോദിക്കുന്ന വില 16,000 രൂപയാണ്. ആ ഒരു ഭാഗത്ത് ഈ ഒരു വിലയ്ക്ക് വളരെ റയറാണ് ലാൻഡ് കിട്ടാൻ. കാരണം വന്യമൃഗശല്യമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നിരന്ന ലാൻഡാണ്. കാപ്പി കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വീഡിയോ മുഴുവൻ കാണുക. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ പോകുന്ന വഴിക്കാട്ടുള്ളത്. നമ്മൾ ടാറിങ് റോഡ് കഴിഞ്ഞ് മണ്ണ് റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഈ മണ്ണ് റോഡ് ഞാൻ കാണിക്കാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു സൗകര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഒരു 400 മീറ്ററോളം ഈ മണ്ണ് റോഡുണ്ട്. നമുക്കിത് വേണമെങ്കിൽ ടാർ ചെയ്യുക, കോൺക്രീറ്റ് ചെയ്യുക, ഇൻ്റർലോക്ക് ചെയ്യാം. ഇപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് തോട്ടങ്ങളുണ്ട്. എല്ലാവരും സഹകരിക്കും. നിലവിൽ പഞ്ചായത്ത് ഏറ്റെടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കാര്യമായിട്ട് വീടുകളില്ല. അതുകൊണ്ട് ആണ് പഞ്ചായത്ത് അതങ്ങനെ നിൽക്കുന്നത്. അപ്പം നമ്മളെ സൗകര്യത്തിന് നമുക്ക് വേണമെങ്കിൽ റോഡ് എന്തും ചെയ്യാം. പോകുന്ന വഴിക്ക് 3-4 അരുവികളൊക്കെ ഉണ്ട് കേട്ടോ. മഴക്കാലത്ത്, വേനൽക്കാലത്ത് കാര്യമായിട്ടുണ്ടാവില്ല. ഈ ഒരു വീതി ഈ റോഡിനുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം വീതിയിൽ വേണമെങ്കിൽ ടാറിങ് ഒക്കെ ചെയ്യാം. നമ്മൾ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണിത്. നിങ്ങൾക്ക് ഇവിടുന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാരാപ്പുഴ ഡാം കാണാം. ഇത് നമ്മളെ ലാൻഡിൽ നിന്ന് ശരിക്കും ഈ വ്യൂ കിട്ടേണ്ടതാണ്. പക്ഷേ ലാൻഡിൽ അത്യാവശ്യം നല്ല മരങ്ങളാണ്. അതുകൊണ്ട് ഞാനൊരു 50 മീറ്റർ ഇപ്പുറത്താണുള്ളത്. നമ്മളെ ലാൻഡ് എത്തുന്നതിൻ്റെ ഒരു 50 മീറ്റർ ഇപ്പുറത്താണുള്ളത്. അപ്പോൾ ഈ സെയിം വ്യൂ തന്നെയാണ് നമ്മളെ ലാൻഡിന് വരുന്നത്. നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടാകും. ബാക്കി എന്ത് ചെയ്യുക, നമുക്ക് ലാൻഡിലെത്തിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാൻഡ് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ ഈ ലാൻഡ് ഇവിടുന്ന് തുടങ്ങാം കേട്ടോ. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഈ ഒരു തോട്, ഒരു ചെറിയൊരു തോട് പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ അതിര് വരുന്നത്. ഇങ്ങനെ പോവാണ്. കുറേ ഭാഗം നിരപ്പുണ്ട്, ചെറിയൊരു ഭാഗം ചെരിവുണ്ട്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ട മാതിരി ചെരിഞ്ഞ ലാൻഡല്ല, അത്യാവശ്യം ലെവലുള്ള ഒരുപാട് ഏരിയ ഉണ്ട്. നല്ല മരങ്ങളുണ്ട്, കോഫി ഉണ്ട്, വലിയ വലിയ മരങ്ങളുണ്ട് കേട്ടോ. അത്യാവശ്യം കൺസ്ട്രക്ഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന പട്ടയാണ്. ഈ സൈഡ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ പോവും. ടോട്ടൽ 6 ഏക്കർ കേട്ടോ. കാപ്പിയൊന്നും മെയിൻ്റെനൻസ് ഇല്ല കേട്ടോ. മെയിൻ്റെനൻസ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് ഇതിനുണ്ട്. എന്നാലും അത്യാവശ്യം മോശമില്ലാത്തൊരു കാപ്പിയുണ്ട്. ഇതിങ്ങനെ ഈ തോട്ടത്തിൻ്റെ ഉള്ളിലോട്ടൊരു വഴി കാണുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലാട്ടോ, ഉള്ളിലുള്ള വഴിയാണ്. നമുക്ക് ഓഫ് റോഡ് വണ്ടിയൊക്കെ ആണെങ്കിൽ തോട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്താം. നമ്മളിപ്പോൾ ജസ്റ്റ് ഞാൻ ആ കാണിച്ചെന്ന വഴിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. വലിയ മരങ്ങളാട്ടോ, വലിയ ഒരുപാട് മരങ്ങളുണ്ട്. ഇവിടുന്ന് ഒരു പ്രാവശ്യം കുറച്ച് മരം ഇവർ മുറിച്ചിട്ടുണ്ട്. ബാലൻസ് ഉള്ള മരങ്ങളാണ്. അത് തന്നെ ഇഷ്ടം മാതിരി ഉണ്ട്. പിന്നെ ഈ കാപ്പി ചെടികളൊക്കെ നമ്മളിവിടെ കവാത്ത് കഴിക്കുക എന്ന് പറയും. അപ്പോൾ ഒന്ന് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷം നല്ലൊരു വിള കിട്ടും. കാപ്പിക്ക് നല്ല വിലയാണ്. കാപ്പിക്ക് വില ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കാപ്പിത്തോട്ടങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയാണ്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സെൻറ്റിന് 16,000 രൂപ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണേൽ അന്വേഷിക്കാം. നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ റേറ്റിന് വേറെ ലാൻഡ് ഈ ഭാഗത്ത് കിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ അരുവിയുണ്ട് കേട്ടോ. നല്ല രസമുള്ള അരുവിയുണ്ട്. ഇവിടെ വേനലിലും അത്യാവശ്യം വെള്ളം വറ്റാത്തൊരു ഏരിയയാണ്. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന റോഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള പ്രൈവറ്റ് റോഡാണ്. നമ്മൾ ഈ തോട്ടത്തിൻ്റെ ഉള്ളിലോട്ട് മാത്രമുള്ള റോഡാണ്. അത്യാവശ്യം മരങ്ങളൊക്കെ കൊണ്ടുപോകാനും മറ്റേ കാപ്പിക്ക് വളമിടാനൊക്കെ കൂടി ഇവർ സെറ്റ് ചെയ്ത റോഡാണ്. ഈ റോഡ് ഇങ്ങനെ അവിടം വരെ പോകുന്നുണ്ട്. നമ്മൾ അതിര് വരെ സെൻറ്ററിൽ കൂടെ റോഡുണ്ട്. റൈറ്റ് സൈഡിൽ ഒരു 50 മീറ്ററോളം മേലോട്ടുണ്ടാവും കേട്ടോ. അധികമല്ല, ഒരു 50 മീറ്ററോളം മേലോട്ട് റൈറ്റ് സൈഡ് ഉണ്ടാവും. ലെഫ്റ്റ് സൈഡ് അത്ര വരില്ല, ഒരു 10-30 മീറ്ററോളം ലെഫ്റ്റ് സൈഡ് ഉണ്ടാവും. ഈ കാടും അടഞ്ഞ കാപ്പി ആയതുകൊണ്ട് എനിക്ക് ഉള്ളിൽ കയറിയിട്ട് കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല.
ഏതാണ്ട് ഇവിടെ ഇതിൻ്റെ എൻഡിങ് ആട്ടോ. നിങ്ങളൊരു പാറക്കൂട്ടങ്ങൾ കാണുന്നുണ്ടാവും. ആ ഒരു പാറ എന്ന് പറയുന്ന വലിയ പാറകളൊന്നുമില്ല കേട്ടോ, ചെറിയ ചെറിയ പാറകളുണ്ട് പറമ്പിൽ. ഇവിടെയാണ് ഇതിൻ്റെ ഒരു എൻഡിങ് വരുന്നത്. താഴോട്ട് വലിയ കുത്തനെയുള്ള ചെരുവില്ല. നമ്മൾ ആ എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അത്യാവശ്യം നല്ല ചെരുവുണ്ട്, ചെരുവുള്ളൊരു പോർഷൻ ഉണ്ട്. അതിൻ്റെ താഴെ നമ്മളെ ലാൻഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാവും. കാര്യമായിട്ട് കാപ്പി ഉണ്ട്. കാപ്പി ഒന്ന് വെട്ടി വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിള കിട്ടും അടുത്ത വർഷം. പിന്നെ ഇവിടെ ടൂറിസം ബേസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫാം ഹൗസ് പോലെയൊക്കെ ചെയ്യണമെങ്കിൽ പറ്റുന്നൊരു ഏരിയ ആണ്. നല്ല പ്രൈവസിയാണ്, കാരണം ഒരുപാട് തോട്ടങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ്. അതുകൊണ്ട് നല്ല പ്രൈവസിയാണ്. നിർമ്മാണത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടുകളില്ല. ഈ ഭാഗത്ത് വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. നമ്മൾ മുട്ടിൽമലേൻ്റെ ഒരു താഴ്വാരമായിട്ടാണ് വരിക. പക്ഷേ മുട്ടിൽമലക്ക് വേറെ നിലവിൽ ലാൻഡ് സ്ലൈഡിങ്ങോ മുട്ടിൽമലേൻ്റെ ഭാഗത്തൊന്നും കാരണം താരതമ്യേന ചെറിയൊരു മലയാണ് ഈ മുട്ടിൽമല എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷൻ ഈ ഭാഗത്ത് ഇല്ല. ഇതുവരെ നമ്മളെ അനുഭവത്തിൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അപ്പം നമുക്കറിയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് വന്യമൃഗശല്യം ഇവിടെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു കുഴപ്പമില്ല. അപ്പം ഒരു 5-6 ഏക്കർ സ്ഥലം ആവശ്യമുള്ള ആൾക്കാർ ഒരു നല്ലൊരു ഫാം ഹൗസ് സെറ്റ് ചെയ്യാനോ നല്ലൊരു കൃഷിക്കോ അല്ലെങ്കിൽ ടൂറിസം ബേസ് ചെയ്ത് അത്യാവശ്യം ചെറിയൊരു റിസോർട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് പറ്റും. ഇത് 6 ഏക്കറയാണ്. ഈ ഒരു 2 പാർട്ടി 3 ഏക്കർ വെച്ച് വരികയാണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. 3 ഏക്കർ വെച്ച് 2 പാർട്ടി ഒരുമിച്ച് വരണം. ഒരുമിച്ചേ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ഓണർക്ക് ഒരുമിച്ച് 6 ഏക്കർ കൊടുക്കുമ്പോൾ തന്നെ 2 പാർട്ടിയായിട്ട് വരികയാണെങ്കിൽ കൊടുക്കും. ഈ ഭാഗത്തൊക്കെ നല്ല നിരപ്പാട്ടോ. ഇതിൻ്റെ ഒരുപാട് ഏരിയ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ട്. ഞാൻ ഈ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ലാൻഡിൻ്റെ താഴ്ഭാഗമാണ് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തന്നത്. ഈ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടാവും. അത്യാവശ്യം നല്ല ലെവലാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് നമുക്കൊരു 60% നിരപ്പ് എന്നൊക്കെ പറയാം. 60% നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ലാൻഡിൽ. ബാക്കി നമുക്ക് വലിയ വലിയ ചെരുവുമല്ല ബാക്കിയുള്ള ഏരിയ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ വിളിക്കുക. വിലയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ 2 വട്ടം വില പറഞ്ഞിട്ടുണ്ട്.